എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് പല വിദ്യാർത്ഥികളും പല സബ്ജക്റ്റുകളിൽ മിനിമം മാർക്ക് ലഭിക്കാതെ, അതായത് ഫെയിൽഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ഇനി എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത്, ഇനി ഏത് പരീക്ഷയ്ക്ക് എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ എന്താണ് ചെയ്യുക, അതുപോലെ എത്ര വിഷയമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ +2ൻ്റെ റിസൾട്ട് അതിന് മുമ്പ് വരുമോ, അതുപോലെ തന്നെ +2ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് അതിന് ശേഷമാണ് വരിക. അങ്ങനെയെങ്കിൽ +2ൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് അതിൽ ഉണ്ടാകുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന നിരവധി സംശയങ്ങളുണ്ട്. അതുപോലെ തന്നെ +2ൻ്റെ മാർക്ക് വിദ്യാർത്ഥികൾക്ക്, അതായത് +2ന്, അതായത് +1ന് ഇപ്പോൾ ഞാൻ ജയിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ ഞാൻ ഇനി +2ന് നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും, അതായത് +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ മുതൽ +2ൻ്റെ റിസൾട്ട് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര സബ്ജക്റ്റുകൾ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് എഴുതാം, അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ സേ പരീക്ഷയായിട്ട് എഴുതാം എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 വർഷത്തെ മാർക്ക് കൂട്ടിയിട്ടാണ് ഒരു വിദ്യാർത്ഥി +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ +1ൻ്റെയും അതുപോലെ തന്നെ +2ൻ്റെയും TE മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ട് വാങ്ങിയിട്ടുള്ള പരീക്ഷയുടെ മാർക്കാണ് TE മാർക്ക്. അപ്പോൾ 2 വർഷത്തെ, അതായത് +1 +2ൻ്റെ ടോട്ടലായിട്ടുള്ള TE മാർക്ക്, 2 വർഷത്തെ TE മാർക്ക് കൂട്ടിയിട്ടാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവരുടെ TE മാർക്കിനോടൊപ്പം അവരുടെ ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ +1 +2ൻ്റെ കൂട്ടുന്ന സമയത്ത് ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു TE മാർക്കിനോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടിയിട്ടാണ് നോക്കുക. ഗ്രേസ് മാർക്ക് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് TE മാർക്ക് മാത്രമാണ് അവരുടെ ജയിക്കാനായിട്ടുള്ള മാർക്കായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ +1നും +2ൻ്റെയും ടോട്ടൽ കൂട്ടിയിട്ട് ഒരു വിദ്യാർത്ഥിക്ക് 36 മാർക്ക് കിട്ടിയാൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി +1 +2 ടോട്ടലായിട്ട് ജയിച്ചു എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ ഈ ഒരു 36 48 എന്നുള്ള ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് +1ൽ 18ഉം അതുപോലെ 24ഉം വെച്ച് വായിക്കണമെന്നത് നിർബന്ധമല്ല. 2 വർഷത്തെ ഈ ഒരു TE മാർക്കോ അല്ലെങ്കിൽ TE മാർക്കിനോടൊപ്പം തന്നെ ഗ്രേസ് മാർക്കുള്ളവർക്ക് ഗ്രേസ് മാർക്കും കൂട്ടിയിട്ട് അങ്ങനെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം ആകെ 36 മാർക്കും 80ൽ 48 മാർക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും, +1ന് എനിക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ +2 പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആ ഒരു സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, +1ന് മാർക്ക് കുറഞ്ഞു എന്ന് കരുതി +2ന് നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തോൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂട്ടാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ +1ന് ഇപ്പോൾ 5 വിഷയത്തിലും തോറ്റിട്ടുണ്ട് എന്ന് വിചാരിക്കാം, അതായത് 5 വിഷയത്തിൽ മിനിമം മാർക്കായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി +2ന് നന്നായി പഠിച്ചാൽ എന്താണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഗുണം ഉള്ളത് എന്നുള്ള പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബയോളജി സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയൻസ് വിഭാഗത്തിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ തന്നെ മാത്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി, ഇതല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതുപോലുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ +2ന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, BSc നഴ്സിംഗ് അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് ഇതുപോലെ വിവിധ തരം കോഴ്സുകളിലേക്കുള്ള, അതുപോലെ JEE ഇതുപോലുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ലഭ്യമാവുക. കാരണം ഈ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വിവിധ തരം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ആകെ പരിഗണിക്കുന്നത് നിങ്ങളുടെ +2ൻ്റെ, അതായത് സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രമാണ്. +1ലെ മാർക്ക് അതിനൊന്നും പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2 അതായത് ഇന്ന് മുതൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അത് നിലവിൽ ഇപ്പോൾ +2ൻ്റെ ക്ലാസ്സുകൾ ആകെ ജസ്റ്റ് ഒന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ മുതൽ നന്നായിട്ട് അന്നന്ന് ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ റിവിഷൻ വെച്ച്, അതായത് നിങ്ങൾ ക്ലാസ്സുകൾ ആഴ്ചയിൽ എടുത്തിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ റിവിഷൻ ചെയ്ത് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ അലോട്ട്മെൻറ്റ് ഏത് ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്ലസ് ടുവിന് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ 5 വിഷയത്തിന് ഫെയിൽഡ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ പ്ലസ് വണ്ണിന് ആ ഒരു കുറഞ്ഞ മാർക്ക് കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഇതുപോലുള്ള വിവിധ അഡ്മിഷനുകൾക്ക് നിങ്ങൾക്കത് പ്രയോജനപ്രദം ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വണ്ണിന് നിങ്ങൾ തോറ്റോ അല്ലെങ്കിൽ ജയിച്ചോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പ്ലസ് ടുവിന് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അതുകൂടാതെ തന്നെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടുന്നതായിരിക്കും. ഇനി നമുക്ക് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നാണ്. അത് പ്ലസ് 1 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2026 മാർച്ച് മാസത്തിലായിരിക്കും പരീക്ഷ നടക്കുക. 2026 മാർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പ്ലസ് ടുവിൻ്റെ പരീക്ഷ നടക്കും. അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും നടക്കും. പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റക്കല്ല നടക്കുക, പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് നടക്കുക. പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ പ്ലസ് 1 അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്ലസ് 1 അലോട്ട്മെൻറ്റ് ലഭിച്ച് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച് അവർക്ക് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ, അത് പ്ലസ് വണ്ണിൻ്റെ വാർഷിക പരീക്ഷ നടക്കുമ്പോൾ മാർച്ച് മാസത്തിലാണ് അവർക്ക് പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്കുള്ള പ്ലസ് വണ്ണിൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ വരുന്നത്. അതോടൊപ്പമാണ് നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷനായിട്ട് നിങ്ങളോട് സ്കൂളിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ മറ്റൊരു ഫോമിൽ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അത് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്ട്രേഷൻ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് വരിക. ആ ഒരു സമയത്ത് പ്ലസ് ടുവിൻ്റെ രജിസ്ട്രേഷൻ കൂടി ഉണ്ടാവും. പ്ലസ് ടുവിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്താണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരിക. മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത്. പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും നടക്കുക. കാരണം കഴിഞ്ഞ വർഷം മുതൽ അത് പബ്ലിക് എക്സാമിനേഷനിലേക്ക് ആ ഒരു ടൈമിൽ അതിനോടൊപ്പം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിലാണ് കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് മുൻ വർഷങ്ങളൊക്കെ സെപ്റ്റംബറിലായിരുന്നു പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി കഴിഞ്ഞ വർഷം തൊട്ട് ആ ഒരു രീതിയിൽ അത് മാറ്റിയിട്ട് പ്ലസ് 1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക, എത്ര വിഷയമാണ് സേ പരീക്ഷ എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക 3 വിഷയമാണ്. അതായത് നിങ്ങൾ എല്ലാ പരീക്ഷയും അറ്റൻഡ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്. അതായത് 6 സബ്ജക്റ്റിൻ്റെ പരീക്ഷയും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 6 സബ്ജക്റ്റിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റ് മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അത് നിങ്ങൾ ഇപ്പോൾ ജയിക്കാത്തതോ ജയിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാക്സിമം 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്രയെങ്കിലും സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. അതായത് 6 സബ്ജക്റ്റ് നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ 4 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര സബ്ജക്റ്റാണോ ആബ്സെൻ്റ് ആയിട്ടുള്ളത് അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷയും എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയി എന്ന് വിചാരിക്കുക. ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സബ്ജക്റ്റ് ആ ഒരു വിദ്യാർത്ഥി ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിച്ചൊരു സബ്ജക്റ്റും അതുപോലെ തന്നെ ഫെയിൽഡ് ആയിട്ടുള്ളതല്ല ആബ്സെൻ്റ് ആയിട്ടുള്ള ആ ഒരു 2 സബ്ജക്റ്റും കൂടി 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാവുന്നതും, അതുപോലെ തന്നെ ബാക്കി ആബ്സെൻ്റ് ആയിട്ടുള്ള 3 സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു 3 സബ്ജക്റ്റുകൾ ആ ഒരു വിദ്യാർത്ഥിക്ക് സേ പരീക്ഷയായിട്ടും എഴുതാൻ സാധിക്കും. അതായത് ടോട്ടൽ 6 സബ്ജക്റ്റ് ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഉള്ള സംശയമായിരിക്കും, വിദ്യാർത്ഥി 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കൂടെ തന്നെ 3 സബ്ജക്റ്റ് സേ പരീക്ഷയും എഴുതാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഒരു വിദ്യാർത്ഥി എത്രയെങ്കിലും സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ട് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു പരീക്ഷകൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് 2 പരീക്ഷ എഴുതി കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തില്ല.
കാരണം ആ ഒരു വിദ്യാർത്ഥി, അതായത് ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് വണ്ണിൻ്റെ എല്ലാ വിഷയങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എല്ലാ വിഷയത്തിൻ്റെ പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അറ്റൻഡ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു പരീക്ഷ എഴുതാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ പ്ലസ് ടു പരീക്ഷാഫലങ്ങൾ തടഞ്ഞു വെക്കാനുള്ള ആ ഒരു രീതിയിൽ DHSE ആ ഒരു കാര്യം തടഞ്ഞു വെക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഒരു രീതിയിൽ ഒരു 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ 3 സബ്ജക്റ്റ് സേ പരീക്ഷ എഴുതാനും സാധിക്കുന്നത്. അപ്പോൾ ഒരു 5 സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്തിന് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് 3 സബ്ജക്റ്റ് സേ എഴുതണം എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5 കുറവ് സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി പാസ്സായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പാസ്സായിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥിക്ക് മാർക്ക് വർദ്ധിപ്പിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് 3 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് ഈ ഒരു ജയിച്ച സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു 5 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റ് ഇവിടെ ഈ ഒരു 3 സബ്ജക്റ്റിൻ്റെ കൂടെ ആ ഒരു ടോട്ടലായിട്ട് ആദ്യത്തെ ജയിച്ച ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുള്ളത്, അങ്ങനെ ടോട്ടൽ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 3 സബ്ജക്റ്റ് അവിടെ ബാലൻസ് ആയിട്ട് ആബ്സെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസ് സബ്ജക്റ്റുകൾ ഈ ഒരു 3 സബ്ജക്റ്റ് സേ പരീക്ഷയായിട്ടും എഴുതാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാരണം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് സേ പരീക്ഷ ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥി, അതായത് പ്ലസ് വണ്ണിൻ്റെ എല്ലാ സബ്ജക്റ്റുകളുടെയും പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അറ്റൻഡ് ചെയ്യാത്ത സബ്ജക്റ്റുകൾ ആ ഒരു വിദ്യാർത്ഥി ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ കൂടി എഴുതിയിട്ട് ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയില്ല എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പ്ലസ് ടു പരീക്ഷാഫലം തടഞ്ഞു വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എത്ര സബ്ജക്റ്റാണോ ആബ്സെൻ്റ് ആയിട്ടുള്ളത് അത്രയും സബ്ജക്റ്റ് ഈ ഒരു സേ പരീക്ഷയായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 4 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ, അതായത് 4 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് 2 സബ്ജക്റ്റ് ആ ഒരു വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 സബ്ജക്റ്റ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ളതിൽ നിന്ന് ഒരു സബ്ജക്റ്റ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കൂടെ എഴുതാം. അങ്ങനെ ടോട്ടൽ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ബാലൻസ് ആയിട്ട്, അതായത് ബാക്കി 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ളുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം 3 സബ്ജക്റ്റ് ആ ഒരു വിദ്യാർത്ഥിക്ക് സേ പരീക്ഷയായിട്ടും എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ജയിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ്, ജയിച്ചതല്ല ഈ ഒരു 6 സബ്ജക്റ്റിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടെങ്കിലും ജയിച്ചിട്ടില്ലെങ്കിലും 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ 3 സബ്ജക്റ്റ് ആ ഒരു വിദ്യാർത്ഥിക്ക് സേ ഇനത്തിലായിട്ടും രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ആബ്സെൻ്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും എന്നാണ് ചുരുക്കം. ഇനി എത്ര രൂപയാണ് ഇതിനുള്ള ഫീസ് എന്ന് പറയുന്നത്? 150 രൂപ പെർ സബ്ജക്റ്റാണ് ഈ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഫീസ്. ഇതോടൊപ്പം തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് നിങ്ങൾ സേ ആയാലും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിലും നിങ്ങൾക്ക് ഫീസ് വരിക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പരീക്ഷ എപ്പോഴാണ് വരിക എന്നുള്ളത്. പരീക്ഷ വരുന്നത് 2026 മാർച്ച് മാസത്തിലെ പ്ലസ് 1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ദിവസം പ്ലസ് 2 പരീക്ഷയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നിങ്ങൾക്ക് പ്ലസ് 1ൻ്റെ പരീക്ഷയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് അടുത്ത ഒരു ദിവസം കഴിഞ്ഞ് പിന്നീട് അടുത്ത ദിവസം പ്ലസ് 2 പരീക്ഷ, അടുത്ത ദിവസം പ്ലസ് 1ൻ്റെ പരീക്ഷ. ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു ദിവസം ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇമ്പ്രൂവ്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്, അതിന് യാതൊരുവിധ പ്രോബ്ലവുമില്ല. എന്നാൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു ആദ്യത്തെ മാർക്ക് പോകുന്നതും പുതിയ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കുന്നതും ആയിരിക്കും. എന്നാൽ ഈ ഒരു റീവാലുവേഷനിലാണ് മാർക്ക് കൂടിയത്, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയപ്പോൾ മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് റീവാലുവേഷൻ്റേതാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മാർക്ക് റീവാലുവേഷൻ്റേതാണെങ്കിൽ റീവാലുവേഷൻ്റെ മാർക്കാണ് വിദ്യാർത്ഥികളുടേതായിട്ട് പരിഗണിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് A+ നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ A+ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്ലസ് 1ൻ്റേത് മാത്രമല്ല, അതായത് പ്ലസ് 1ൻ്റെ സബ്ജക്റ്റിന് മാത്രമല്ല, അതിൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടല്ല നിങ്ങൾക്ക് A+ കിട്ടുക. പ്ലസ് 1ൻ്റെയും അതോടൊപ്പം തന്നെ പ്ലസ് 2ൻ്റെയും ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് A+ തരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 180 മാർക്ക് മുതൽ 200 മാർക്കിനിടയിലായിട്ട് നിങ്ങൾക്ക്, അതായത് CE മാർക്ക്, TE മാർക്ക്, PE മാർക്ക്, അതുപോലെ GM മാർക്ക് എന്നിങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മാർക്കുകളുണ്ടോ ഓരോ സബ്ജക്റ്റിനും ആ ഒരു ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് A+ കണക്കാക്കുന്നത്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് പരീക്ഷയുടെ മാർക്ക്, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു TE മാർക്കിനോടൊപ്പം ഈ ഒരു ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് TE മാർക്കും ഗ്രേസ് മാർക്കും. ഇനി നിങ്ങൾക്കിപ്പോൾ ഗ്രേഡാണ് നിങ്ങൾക്ക് കണക്കാക്കുന്നതെങ്കിൽ ഗ്രേഡ് കണക്കാക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ TE മാർക്ക്, അതുപോലെ തന്നെ CE മാർക്ക്,
അതുപോലെ തന്നെ PE എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ പ്ലസ് ടുവിന് ഉണ്ടാവും. പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ചില വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ പ്രാക്ടിക്കലിൻ്റേത് കൂട്ടേണ്ടതില്ല. അതുപോലെ തന്നെ ഇതോടൊപ്പം ഗ്രേസ് മാർക്ക്. ഇങ്ങനെ ടോട്ടലായിട്ട് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് കണക്കാക്കുന്നത്. ജയിച്ചിട്ടുണ്ടോ എന്ന് കണക്കാക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിയുടെ TE മാർക്ക്, അത് പരീക്ഷയിൽ കിട്ടിയ മാർക്കും അതോടൊപ്പം ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് TE മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് A+ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ആകെ 2 വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് 200ലാണ് വരിക. അപ്പോൾ 150 മുതൽ 200 വരെ മാർക്കിനിടയിലായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് A+ ആണോ അല്ലെങ്കിൽ മറ്റ് ഗ്രേഡുകൾ ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത്, അതായത് പ്ലസ് ടുവിൻ്റെ പരീക്ഷാ റിസൾട്ട് വരുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, അതായത് സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നടക്കുന്നത്, അതായത് പ്ലസ് വണ്ണിൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നടക്കുന്നത് ഏകദേശം ഒരേ ടൈമിൽ തന്നെയാണ്. ഒരു ദിവസം പ്ലസ് ടു ആണെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തത് പ്ലസ് വൺ, പിന്നീട് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് പ്ലസ് ടു, ഈ ഒരു രീതിയിലാണ് പരീക്ഷകൾ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. എങ്ങനെയാണ് ആദ്യം പ്ലസ് ടു വന്നു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പിന്നീട് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് പരീക്ഷ നടക്കുന്നത് എങ്കിൽ കൂടി ഇതിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് ആദ്യം പ്ലസ് വണ്ണിൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ പേപ്പർ വാല്യുവേഷനാണ് ആദ്യം ആരംഭിക്കുക. അപ്പോൾ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ പേപ്പർ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ്റെ പേപ്പർ വാല്യുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പേപ്പർ വാല്യുവേഷൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്ലസ് വൺ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടായിരിക്കും ആദ്യം പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം മാത്രമാണ് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ആ ഒരു രീതിയിലാണ് പ്രസിദ്ധീകരിച്ചത്. അടുത്ത വർഷം ഇതേ രീതിയിൽ തന്നെ പ്ലസ് വണ്ണിൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് ആദ്യം പ്രസിദ്ധീകരിക്കും. അതിനുശേഷം പിന്നീടാണ് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേ പരീക്ഷ എഴുതിയ റിസൾട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ പ്ലസ് ടു റിസൾട്ടായിരിക്കും പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ആ ഒരു റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ആ ഒരു സംശയത്തിലേക്കുള്ള ഉത്തരം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്ലസ് വൺ സേ പരീക്ഷയുടെ റിസൾട്ടാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം മാത്രമാണ് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഞാൻ 5 വിഷയത്തിൽ, അല്ലെങ്കിൽ അതായത് 5 വിഷയം എന്ന് പറയുന്നില്ല, ചിലപ്പോൾ 3 വിഷയം അല്ലെങ്കിൽ 4 വിഷയം അല്ലെങ്കിൽ 5 വിഷയം അല്ലെങ്കിൽ 6 വിഷയം, ഇത്രയും വിഷയം, അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെ പരീക്ഷയും ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ആബ്സെൻ്റ് ആയിട്ടുള്ളതല്ല, എന്നാൽ ഞാൻ എല്ലാ പരീക്ഷയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, അതായത് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എഴുതാം. അതോടൊപ്പം തന്നെ എത്ര വിഷയം ആബ്സെൻ്റ് ആയിട്ടുണ്ടോ അത്രയും വിഷയം നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാനും സാധിക്കും. അതായത് ടോട്ടൽ 6 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു അവസരമുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ എല്ലാ പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 3, 4, 5 അതുപോലെ തന്നെ 6 സബ്ജക്റ്റുകളിൽ, അതായത് നിങ്ങൾ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല. അതായത് 60 മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 18 കിട്ടിയിട്ടില്ല. 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 24 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരീക്ഷ എഴുതുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. അതായത് നിങ്ങളിപ്പോൾ 3, 4, 5, 6 ഇത്രയും സബ്ജക്റ്റ് നിങ്ങൾ തോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 3 സബ്ജക്റ്റ് തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുക വഴി ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ 4 സബ്ജക്റ്റാണ് ഒരു വിദ്യാർത്ഥി തോറ്റതെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് വാങ്ങിക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ 5 സബ്ജക്റ്റ് തോറ്റ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഇതേ രീതിയിൽ 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുക. അതോടൊപ്പം ബാക്കിയുള്ള 2 സബ്ജക്റ്റിൻ്റെ കുറവുള്ള മാർക്ക് പ്ലസ് ടു പരീക്ഷയിൽ വാങ്ങിക്കുക. ഇനിയിപ്പോൾ 6 സബ്ജക്റ്റിന് തോറ്റൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുക. അതോടൊപ്പം ബാക്കിയുള്ള 3 സബ്ജക്റ്റുകൾക്ക് കുറവുള്ള മാർക്ക് പ്ലസ് ടുവിന് വാങ്ങിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി 3 സബ്ജക്റ്റ് ഈ ഒരു രീതിയിൽ, അതായത് 3, 4, 5, 6 സബ്ജക്റ്റ് ഞാനിപ്പോൾ തോറ്റു എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുക 3 സബ്ജക്റ്റ് ഞാൻ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള 3 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും സബ്ജക്റ്റിലാണ് ഞാൻ ബാക്കി എക്സ്ട്രാ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ 3 സബ്ജക്റ്റ് ഞാൻ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി. അങ്ങനെ എനിക്കതിൽ ജയിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 3 സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എനിക്ക്, അതായത് ഫിസിക്സിന് യഥാക്രമം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 10 മാർക്കാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 15 മാർക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു മാത്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ജസ്റ്റ് ഒരു 5 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മാർക്ക് കിട്ടിയുള്ളത്. അതായത് എനിക്ക് ഇത്രയും മാർക്ക് കുറവാണ്. അതായത് ഇവിടെ ഫിസിക്സ് നോക്കുന്ന സമയത്ത് 8 മാർക്ക് കുറവാണ്, കെമിസ്ട്രി നോക്കുമ്പോൾ 3 മാർക്ക് കുറവാണ്, ഇവിടെ 13 മാർക്ക് മാത്സിന് കുറവാണ്. ഞാൻ 3 സബ്ജക്റ്റ്, ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഞാൻ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ഞാൻ ജയിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ബാക്കി പ്ലസ് 1 സബ്ജക്റ്റിന്, ഇത്രയും സബ്ജക്റ്റിന് എനിക്ക് മാർക്ക് കുറവാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് പരീക്ഷ ഉണ്ടാവും.
അപ്പോൾ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് പരീക്ഷയ്ക്ക് ഇവിടെ കുറവുള്ള മാർക്ക്, അതായത് 18 മാർക്ക് ജയിക്കാനായിട്ട് പരീക്ഷയ്ക്ക് വേണം, ഇവിടെ കുറവ് 8 മാർക്കാണ്. അപ്പോൾ ആ ഒരു മാർക്ക് പ്ലസ് ടുവിന് വായിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് കെമിസ്ട്രിയാണ്, കെമിസ്ട്രിക്ക് 15 3 മാർക്ക് കുറവാണ്. അപ്പോൾ ഇവിടെ കെമിസ്ട്രിയും 15 അതിന് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതോടൊപ്പം ഞാൻ ഇവിടെ കുറവുള്ള 3 മാർക്ക് വായിക്കുന്നു, അതായത് 18ഉം ഇവിടെ 3 മാർക്ക് കുറവുള്ളതുകൊണ്ട് 6 മാർക്ക് കൂടി വായിക്കുന്നു. ഇവിടെ എനിക്ക് 13 മാർക്കിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 18 മാർക്കിനോടൊപ്പം ഇവിടെ കുറവുള്ള 13 മാർക്ക് കൂടി ഞാൻ ഈ ഒരു പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഈ രീതിയിൽ മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു ജയിക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ കുറേ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 6 സബ്ജക്റ്റാണ് ഞാനിപ്പോൾ തോറ്റതെങ്കിൽ ഞാൻ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം ബാലൻസുള്ള ഒരു സബ്ജക്റ്റ്, ബാലൻസുള്ള ബാക്കിയുള്ള 3 സബ്ജക്റ്റ് ഉണ്ടാവും. അതായത് 6 സബ്ജക്റ്റ് തോറ്റ് കഴിഞ്ഞാൽ അതിൽ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 3 സബ്ജക്റ്റിന് എത്ര മാർക്കാണോ കുറവുള്ളത്, ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്ലസ് ടുവിൽ ആ ഒരു സബ്ജക്റ്റിന് ഞാൻ അതിൻ്റെ ആ ഒരു എത്ര മാർക്ക് കുറവുണ്ടോ ആ ഒരു കുറവുള്ള മാർക്ക് കൂടി കൂട്ടിയിട്ട് വായിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ പ്ലസ് ടു ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ എത്ര വിഷയം, ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ 4 വിഷയമാണ് തോറ്റതെങ്കിൽ 3 വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അതുപോലെ ആ ഒരു കുറവുള്ള ആ ഒരു സബ്ജക്റ്റ്, അതായത് ബാക്കിയുള്ള എക്സ്ട്രാ ആയിട്ട് ബാലൻസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് വരും, 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിന് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ എഴുതാത്തത്, ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാത്തത്, ആ ഒരു സബ്ജക്റ്റിന് കുറവുള്ള മാർക്ക് പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്. 5 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ 2 സബ്ജക്റ്റ് സേ പരീക്ഷ എഴുതാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിച്ച ഒരു സബ്ജക്റ്റും തോറ്റ 2 സബ്ജക്റ്റും ഈ ഒരു കൂട്ടി 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബാലൻസ് ഉള്ള 3 തോറ്റ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സേ പരീക്ഷ ചെയ്ത് അങ്ങനെ 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്ലസ് 1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ സേ ഓർ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലസ് 1ന് A+ ഇല്ല, അങ്ങനെയെങ്കിൽ പ്ലസ് 2ന് A+ കിട്ടുമോ എന്നത്. ഒരിക്കലും കിട്ടത്തില്ല. കാരണം പ്ലസ് 1ന് നിങ്ങൾക്ക് A+ എന്നുള്ള ഒരു കാര്യം ഇല്ല. പ്ലസ് 1ന് മാർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് TE, അതുപോലെ തന്നെ CE, അതുപോലെ തന്നെ PE ഇല്ല, അതുപോലെ തന്നെ PE എന്ന് പറഞ്ഞാൽ പ്ലസ് 2ന് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കലാണ്. അതുപോലെ തന്നെ GM, അതുപോലെ തന്നെ ടോട്ടൽ, ഇങ്ങനെയുള്ള ഇത്രയും മാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്ലസ് 1 റിസൾട്ടിൽ ഈ ഒരു ഗ്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. പ്ലസ് 1ൻ്റെയും പ്ലസ് 2ൻ്റെയും ടോട്ടൽ കൂട്ടിയിട്ടാണ് ഗ്രേഡ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലസ് 1ന് നിങ്ങൾക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് 2ന് A+ കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം 180 മുതൽ 200 വരെ മാർക്കിനിടയിൽ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് A+ കിട്ടത്തുള്ളൂ, അല്ലാതെ A+ കിട്ടത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു പ്ലസ് 1ഉം പ്ലസ് 2ഉം കൂട്ടിയിട്ട് ടോട്ടൽ 12 സബ്ജക്റ്റ് ആണോ എന്നുള്ളത് വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് 1ൻ്റെയും പ്ലസ് 2ൻ്റെയും കൂട്ടി 12 സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും 12 സബ്ജക്റ്റ് അല്ല, 6 സബ്ജക്റ്റാണ്. കാരണം നിങ്ങൾക്ക് പ്ലസ് 1നുള്ള സെയിം സബ്ജക്റ്റ് തന്നെയാണ് പ്ലസ് 2നുള്ളത്. അതായത് പ്ലസ് 1ൻ്റെ കണ്ടിന്യൂഷനാണ് പ്ലസ് 2ൽ വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ പ്ലസ് 1ൻ്റെ പരീക്ഷ ചെയ്ത് ജയിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പ്ലസ് 1ൻ്റെ ആ ഒരു സബ്ജക്റ്റ് ജയിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പ്ലസ് 2 ക്വാളിഫിക്കേഷനുള്ള കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് പ്ലസ് 1ഉം പ്ലസ് 2ഉം ഒരു കണ്ടിന്യൂഷനാണ്. അത് പ്ലസ് 1ൻ്റെ കണ്ടിന്യൂഷനാണ് പ്ലസ് 2. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് 1ഉം പ്ലസ് 2ഉം ടോട്ടൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ആകെയുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 സബ്ജക്റ്റാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ പ്ലസ് 1ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ആ സെയിം സബ്ജക്റ്റ് തന്നെയാണ് പ്ലസ് 2നും നിങ്ങൾ പഠിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിങ്ങൾ പ്ലസ് 2ഉം കൂടി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലസ് 1 പ്ലസ് 2 കൂട്ടുമ്പോൾ 12 സബ്ജക്റ്റ് അല്ല ഉള്ളത്, 6 സബ്ജക്റ്റ് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾ പ്ലസ് 1ന് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ പ്ലസ് 1ന് ഞാൻ തോറ്റിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയെങ്കിൽ പ്ലസ് 2 ഇനി പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ട്. കാരണം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ സയൻസ് വിഭാഗം ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക്, അത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകണമെങ്കിൽ നല്ലൊരു മാർക്ക് പെർസെൻറ്റേജ് വേണം. കാരണം പല കോഴ്സുകൾക്കും ഏകദേശം ഒരു 60% ഒക്കെ അല്ലെങ്കിൽ 50% മുകളിലായിട്ടാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ക്വാളിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ പ്ലസ് 2ന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ്, അതായത് കീമിൻ്റെ പരീക്ഷ, അതായത് കീം, അതുപോലെ തന്നെ നീറ്റ്, അതുപോലെ തന്നെ JEE, അതുപോലെ CUET, അതുപോലെ തന്നെ ഡിഗ്രി അഡ്മിഷൻ, ഇതുപോലെ വിവിധ തരത്തിലുള്ള അഡ്മിഷന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് 1ന് നിങ്ങൾ തോറ്റോ ജയിച്ചോ എന്നുള്ളത് നോക്കേണ്ടതില്ല. പ്ലസ് 2ന് നന്നായിട്ട് ഇപ്പോൾ മുതൽ നന്നായിട്ട് പഠിക്കാം. അല്ലാതെ പരീക്ഷയുടെ തലേന്ന് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല. കാരണം നിങ്ങൾക്ക് പഠിച്ചാലും ഒന്നും എന്താണ് നോട്ടിൽ എഴുതിയത് എന്നുള്ളത് പോലും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ വീട്ടിൽ പോയിട്ട് റിവിഷൻ ചെയ്യുക. അതായത് എന്താണ് ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക.
അതുപോലെ ആഴ്ചയിൽ റിവിഷൻ ചെയ്യുക, അതുപോലെ മാസത്തിലും ഇതേ രീതിയിൽ റിവിഷൻ ചെയ്ത് അതുവരെ എടുത്തിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കും. അത് തിയറി പാർട്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷയിൽ, അതായത് മലയാളമാണെങ്കിൽ ചില വിദ്യാർത്ഥികൾ തമിഴും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക്, അതായത് സാധാരണ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മദർ ടങ്, അതായത് ഏത് ലാംഗ്വേജ് ആണോ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കാരണം ചില വിദ്യാർത്ഥികൾ ഈ ഒരു മലയാളം കൂടാതെ തമിഴ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് എന്താണോ അതിൽ കൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പാഠഭാഗങ്ങളിൽ എന്താണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ലാംഗ്വേജിൽ കൂടി ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ ഒക്കെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു +1 എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കേണ്ടതില്ല, +2 നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അതുപോലെ വിദ്യാർത്ഥി +1 ജയിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ജയിച്ചതായിട്ടല്ല നോക്കുക, ടോട്ടലായിട്ട് ഓവറോൾ +1 +2 ടോട്ടലായിട്ട് നിങ്ങൾ പാസ്സായിട്ടുണ്ടോ എന്നാണ് നോക്കുക. അതുകൊണ്ട് തന്നെ +1 മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല, +2 നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.